കരുനാഗപ്പള്ളി തഴവ അമ്പലമുക്ക് ഇയാനത്ത് ലളിതാംബികയുടെ ദീപ്ത സ്മരണകൾ ഉണർത്തി സാംസ്കാരിക കൂട്ടായ്മയും ഭക്ഷ്യക്കിറ്റ് വിതരണവും നടത്തി. സമ്മേളനം വാഗ്മിയും പ്രഭാഷകനുമായ കണ്ണൂർ വി.കെ. സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഇയാനത്തെ ലളിതാംബിക ഓർമ്മയായതിന്റെ 7 വർഷം പൂർത്തിയാകുന്ന ദിവസമാണ് സഹോദരനായ സുരേഷിന്റെ നേതൃത്വത്തിൽ സാംസ്കാരിക കൂട്ടായ്മയും ഭക്ഷ്യക്കിറ്റ് വിതരണവും ചെയ്തത്. സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിക്കുകയും ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തതും ലളിതാംബികയുടെ മരണശേഷം തെക്കൻ കേരളത്തിലെ നിരവധി അശരണർക്ക് ആശ്രയമായി നിന്നിട്ടുള്ള കുടുംബം എല്ലാ വർഷവും സാംസ്കാരിക കൂട്ടായ്മയും മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തിവരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി നടത്തിയ കൂട്ടായ്മയുടെ സമ്മേളനം വാഗ്മിയും പ്രഭാഷകനുമായ കണ്ണൂർ വി.കെ. സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. അന്ന് രാജാവിന് ഫ്രഞ്ച് ഒരു കപ്പൽ നിറയെ പഞ്ചസാര സമ്മാനമായി വന്നു. പഞ്ചസാര എന്ന് പറഞ്ഞാൽ അന്ന് കേരളത്തിൽ അപൂർവ വസ്തുവാ. ഒരു കപ്പൽ പഞ്ചസാര വന്നു. ആ പഞ്ചസാര കൊണ്ടുവന്ന ആ ഫ്രഞ്ചുകാരെ സ്വീകരിക്കാൻ രാജാവ് ഉത്സവം വെച്ചു. പോണാൽ നന്ദകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി.സി. സുനിൽ സ്വാഗതം ആശംസിച്ചു. സി.ആർ. മഹേഷ് എം.എൽ.എ. മുഖ്യപ്രഭാഷണം നടത്തി. ചേർന്ന് നിർത്തിക്കൊണ്ട് എല്ലാവരും കൂടി ഒരു ദിവസം ഇതിനു വേണ്ടിയിട്ട് മാത്രം സുരേഷണ്ണൻ ദിവസങ്ങൾക്ക് മുമ്പ് വരികയും ഇവിടെയുള്ള സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ഒക്കെയായി ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം വരുൺ ആലപ്പാട്, നാടകകൃത്തും സംവിധായകനുമായ അഡ്വക്കേറ്റ് മണിലാൽ, സുരേഷിന്റെ മക്കളായ റാണി, മായ, മരുമകൻ മൈക്കിൾ, അഡ്വക്കേറ്റ് സുധീർ കാരിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഭക്ഷ്യക്കിറ്റ് വിതരണം തോപ്പിൽ ഫാസിയുടെ മകൾ മാല ഉദ്ഘാടനം ചെയ്തു. 400-ലധികം പേർക്കാണ് അരിയും പലവ്യഞ്ജനവും അടങ്ങുന്ന കിറ്റ് വിതരണം നടത്തിയത്. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. സമ്മേളന പരിപാടികൾക്കും കലാപരിപാടികൾക്കുമിടയിൽ വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു. അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ സുരേഷ് ഇയാനം കൃത്യമായി നാട്ടിലെത്തി ചടങ്ങുകൾക്ക് വേണ്ടതെല്ലാം ചെയ്യുന്നതും പതിവാണ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.